ഹായ് ഓൾ, ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ബിർമിംഗാമിലുള്ള അമ്പലത്തിൽ പോയായിരുന്നു. ബാലാജി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം അവിടെയാണ്. ഇവിടുത്തെ കാർ പാർക്കാണ്. ഇത് അത്യാവശ്യം വലിയ കോമ്പൗണ്ടാണ്. ഇത് അവിടുത്തെ മെയിൻ എൻട്രൻസ് ആയി കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അവിടുത്തെ തേരിരിക്കുന്ന ബിൽഡിങ്ങാണ്. ഇതാണ് തേരിൻ്റെ ഫോട്ടോ വെച്ചേക്കുന്നത്. തേര് ഈ ബിൽഡിങ്ങിൻ്റെ അകത്താണ്. ഞങ്ങളപ്പം തേര് കാണണമെങ്കിൽ ആ വിൻഡോയിൽ കൂടി പോയി നമുക്ക് കാണാം. ഈ സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലുമ്പോഴത്തേക്കും ആ വിൻഡോയിൽ കൂടി കാണുന്നതായത് കേട്ടോ. പക്ഷെ ക്ലിയർ അല്ലായിരുന്നു. ഫോട്ടോയിൽ കാണിച്ച പോലെ അത്യാവശ്യം വലിയൊരു തേരാണ് ഇത്. കണ്ടോ, കളർഫുള്ളായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കണ്ടോ, ആ ഗോപുരം കാണുന്നതാണ് മെയിൻ അമ്പലം, ബാലാജിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലം. പിന്നെ അതിന് ചുറ്റും ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ ആ മെയിൻ കവാടത്തിൽ കൂടി കയറുവാണേ. അതിലേ കൂടെ കയറി നോക്കുമ്പോഴത്തേ കണ്ടോ മെയിൻ അമ്പലം കാണാം. അത് കഴിഞ്ഞ് അതിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു കേട്ടോ, സാറ്റർഡേ ആയത് കാരണം. അങ്ങനെ കയറുമ്പോഴത്തേക്കും കണ്ടോ മെയിൻ അമ്പലം, അതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് കുറേ ബിൽഡിങ്ങുകളുണ്ട്. അപ്പം ആദ്യം നമ്മളിപ്പോൾ പോകുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഇവിടുന്ന് തൊട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഇതൊരു പൂളാണേ. ഈ പൂളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, വെള്ളം ഇട്ടിട്ടില്ലായിരുന്നു. സൈഡിൽ ഇങ്ങനെ വൈറ്റ് പെബിൾസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അനന്തശയനമാണ് ഇത് കോൺക്രീറ്റ് അല്ല. ഇത് കാണുമ്പോൾ കോൺക്രീറ്റും തോന്നിയില്ല, ഇതൊരു മെറ്റലാണ്. എന്ത് മെറ്റലാണെന്ന് എനിക്കറിയത്തില്ല. ഒരു മെറ്റൽ കൊണ്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ടോ, അതിൻ്റെ അകത്ത് സായിബാബയും നവഗ്രഹങ്ങളും പിന്നെ നമ്മുടെ ശിവനും, ഇത് മൂന്നുമാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. ഇത് അവിടുത്തെ യാഗശാലയാണ്. അവിടെ ഞങ്ങൾ കയറിയില്ല കേട്ടോ, അതിൻ്റെ അകത്തോട്ട് കയറിയില്ല. ഇത് രണ്ടുമാണ് കയറി ചെല്ലാൻ പോലുള്ള റൈറ്റ് സൈഡിൽ. തേര് കഴിഞ്ഞിട്ട് വരുന്നത് ഇത് രണ്ടുമാണേ. ഇനി ഇതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡാണിത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് നമ്മുടെ ശിവൻ്റേതായിട്ടുള്ള അമ്പലം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലൊരു കൊടിമരമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ അകത്ത് ശിവൻ്റെയാണ്. പിന്നെ ശിവൻ്റെ ആണെങ്കിലും ശിവൻ്റെ തന്നെ പല പല വിഗ്രഹങ്ങളാണ്. ശിവപാർവതിയുണ്ട്, അയ്യപ്പനുണ്ട്. ആ 18 പടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് മെയിൻ അമ്പലത്തിൻ്റെയും കണ്ടോ, ഈ ലെഫ്റ്റിൽ ഗണപതിയും റൈറ്റിൽ മുരുകനും. അങ്ങനെ രണ്ട് ബിൽഡിങ്, അത് ഇതുണ്ട് അതിൻ്റെ സൈഡിൽ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് 2 വെള്ള ആന നിൽപ്പുണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കൊത്തുപണികളൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാൻ. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റി ഹാളാണേ. കണ്ടോ, ഇത് പണിഞ്ഞേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കാണാൻ ഇത്ര ഉള്ളെങ്കിലും ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നല്ല നീളമുള്ള ഒരു ബിൽഡിങ്ങാണ്. അത്യാവശ്യം ആൾക്കാർക്കൊക്കെ കൊള്ളുന്ന അത്യാവശ്യം വലിയൊരു ബിൽഡിങ്. ഇതേ കണ്ടോ. ഇനി ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ വൈറ്റ് ഷെഡ് പോലെ കാണുന്നുണ്ടോ, അതാണ് അവിടുത്തെ അന്നദാനശാല. അന്നദാനം കൊടുക്കുന്നത് അവിടെയാണ്. ഇത് മെയിൻ അമ്പലം. ഇതിലേക്കൂടെ ഈ റൈറ്റ് സൈഡിലുള്ള വഴി കൂടിയാണ് നമ്മൾ റിസപ്ഷനിൽ ചെല്ലുന്നത്. അവിടെ കോട്ടും ഷൂ ഒക്കെ ഊരി വെച്ചിട്ട് മേളിൽ ബാലാജിയുടെ വിഗ്രഹമുണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കാം, പൂജയൊക്കെ ഉണ്ട്. കൊത്തുപണികൾ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി കൊത്തുപണികളാണ്. ഇത് ദശാവതാരമായി ചുറ്റും വെച്ചേക്കുന്നത്. ഈ ക്യൂ കണ്ടോ, ഇത് ഫുഡ് കഴിക്കാനുള്ളതിൻ്റെ ക്യൂ ആണ് കേട്ടോ. ഇതിപ്പോൾ ഉച്ച സമയത്ത് സദ്യക്കുള്ള ക്യൂ ആണ്. ഇതിൻ്റെ അപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് പുതിയ